السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ റമളാനിൻ്റെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചെയ്ത അമലുകൾ, അതിൻ്റെ കുറവുകളൊക്കെ പരിഹരിച്ച് പരിപൂർണ രൂപത്തിൽ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഏകദേശം റമളാനിൻ്റെ പകുതിയോളം നമ്മളിന്ന് വിടവാണ്. ഇനി ശേഷിക്കുന്ന ദിവസങ്ങൾ കഴിഞ്ഞതിനേക്കാൾ സ്പീഡിൽ നമ്മളിന്ന് വിട പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക. വിട പറയുന്ന സമയം സങ്കടങ്ങളില്ലാതെ സന്തോഷത്തോടെ യാത്രയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇന്ന് നമ്മുടെ ഇമാമ് നിസ്കാരത്തിൽ ഓതിയ സൂറത്തു സജദയിലെ ഒരു ആയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട അർത്ഥവത്തായ ചില വാക്കുകളാണ്. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫലാ തഅലമു നഫ്സ്, ഒരു ആത്മാവിനും അറിയുകയില്ല, മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, അവരുടെ കണ്ണിന് കുളിർമ നൽകുന്നതായ അള്ളാഹു മറച്ചു വെച്ച കാര്യങ്ങൾ, അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച കാര്യം. അത് സ്വർഗത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ ദുനിയാവിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായിട്ടത്രേ അള്ളാഹു കണ്ണിന് കുളിർമ നൽകുന്ന സുഖാനുഗ്രഹത്തിന്റെ സ്വർഗത്തിന്റെ ആരാമങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന്. ഈ ആയത്ത് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഈ ആയത്ത് ഇറങ്ങാണ്ട ഒരു പശ്ചാത്തലം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുന്നതായിട്ട് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, എൻ്റെ അടിമകൾക്ക് വേണ്ടി മാദാ അഅദ്തു ലിഇബാദിയ സ്വാലിഹീൻ, എൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ച സ്വർഗത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തറിയാം? മാ ലാ അഅ്യുനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ടും കാണാത്ത, ഒരു മനുഷ്യനും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും വിഭാവനം ചെയ്തെടുക്കാൻ സാധിക്കാത്ത അത്യുന്നതമായ സുഖാനുഗ്രഹത്തിന്റെ സ്വർഗമാണ് ഞാൻ എൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസ് നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇതിന് സമാനമായി മറ്റൊരു ഹദീസിൽ സഹ്ൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, സ്വർഗ്ഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കേണ്ട സ്ഥലം ഒരാൾക്ക് കിട്ടിയാൽ, ഇബ്നു ബത്താർ റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചു, ഈ ചാട്ടവാറ് വെക്കേണ്ട സ്ഥലം എന്നോട് ഉദ്ദേശിക്കുന്നത് ഒരു കാലടി വെക്കേണ്ട സ്ഥലമെങ്കിലും ഒരാൾക്ക് കിട്ടിയാൽ ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവും ദുനിയാവിലെ സകല വസ്തുക്കളും ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണത് എന്ന്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, എനിക്ക് സ്വർഗത്തിൽ ഒരു കാലടി വെക്കാനുള്ള സ്ഥലമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാത്രി നമസ്കാരങ്ങളിൽ കരയുമായിരുന്നു എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, പക്ഷെ ഇതിൻ്റെയൊക്കെ ഫലമായി അല്ലാഹു അവർക്ക് നൽകുന്നത് സ്വർഗമാണ്. എന്നിട്ട് അല്ലാഹു പറയാൻ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, എല്ലാ മനുഷ്യരും, ദുനിയാവിൽ ജീവിക്കുന്ന സകല മനുഷ്യരും ഒരു ദിവസം മരണപ്പെടും എന്ന് മാത്രമല്ല, വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ ചെയ്ത അഅമാലുകളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി കൊണ്ട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ പ്രതിഫലം പരിപൂർത്തിയായി കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പറയാണ് അള്ളാഹു അവർക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത്, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കപ്പെടുകയും ചെയ്തത് ആരാണോ അയാളാണ് ഫഖദ് ഫാസ്, യഥാർത്ഥത്തിൽ വിജയിച്ച ആള്. ഇപ്പൊ ദുനിയാവിൽ ഒരുപാട് ഞെരുക്കങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന നോമ്പും ഖിയാമുൽ ലൈലും ഈ ത്യാഗങ്ങളും എല്ലാം
ഇതിന്റെ ഫലമായി അള്ളാഹു നമുക്ക് നൽകുന്നത് വമ്പിച്ച വിജയമാണ്. ആ വിജയത്തിന്റെ പ്രത്യേകത വേറൊരു ഖുദ്സിയായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായിട്ട് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ അവകാശികളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം ഒരു വിളിയാളം വിളിച്ചു പറയും, നിങ്ങൾ ഇവിടെ കാലാകാലം ജീവിച്ചു കൊള്ളുക, ലാ തമൂതു, നിങ്ങൾക്ക് ഇവിടെ മരണമില്ല. അതേപോലെ തന്നെ തസ്വഹു, നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കും, വലാ തസ്ഖമു, നിങ്ങൾക്ക് ഇവിടെ രോഗങ്ങളോ പ്രയാസങ്ങളോ ഇല്ല. അതേപോലെ തന്നെ അവിടുന്ന് വിളിച്ചു പറയും, നിങ്ങൾ ഇവിടെ എപ്പോഴും യുവാക്കളായിരിക്കും, ആരോഗ്യ ദൃഢഗാത്തരായ ചുറുചുറുക്കുള്ള യുവാക്കളായിരിക്കും നിങ്ങൾ സ്വർഗത്തിൽ. വലാ തഹ്റമു, നിങ്ങൾ ഒരിക്കലും നിരയോ വാർദ്ധക്യമോ നിങ്ങളെ ബാധിക്കുകയില്ല എന്ന് ഒരു സ്വർഗത്തിന് വിളയാളം വിളിച്ചു പറയുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങളും ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അത് നമ്മുടെ മരണത്തോടുകൂടി അവസാനിക്കുന്നതാണ്. എന്നാൽ ഈ ത്യാഗത്തിന്റെ ഒക്കെ ഫലമായി അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് സുഖാനുഗ്രഹത്തിന്റെ സ്വർഗമാണ്. അവിടെ നമ്മൾ എപ്പോഴും കാലാകാലം അവിടെ തന്നെ ആയിരിക്കും, അല്ലേ? ഈ പരിശുദ്ധ റമദാനിൽ 3 കാര്യങ്ങൾ നേടിയെടുക്കാൻ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചത്. അതിലൊന്ന് മഗ്ഫിറത്താണ്, പാപമോചനമാണ്. കാരണം ഇത് ഷഹ്റു തൗബ, തൗബയുടെ മാസം എന്നറിയപ്പെട്ട മാസമാണ്. തൗബ ചെയ്യാനുള്ള അവസരമാണ് അടിമകൾ. രണ്ടാമത്തത് ഇത്ഖും മിനന്നാർ, നരകമോചനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ലില്ലാഹി ഉതഖാഉ മിനന്നാർ ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിന്റെ എല്ലാ രാത്രികളിലും അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നുള്ള ഒരു പറ്റം നരകമോചിതരുണ്ടാകും എന്ന്. അള്ളാഹുവിനെ നരകത്തിന് ഓരോ ആൾക്കാരെ മോചിപ്പിക്കും. നമ്മൾ ആ കൂട്ടത്തിൽ പെടാൻ പരിശ്രമിക്കണം. മൂന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് സ്വർഗ്ഗപ്രവേശനമാണ്. സ്വർഗ്ഗത്തെ ചോദിക്കണം. ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇസ്അലൂ അൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തെ ചോദിക്കുക. വഇൻ സഅൽതുമുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തെ അല്ലാഹുവോട് ചോദിക്കുകയാണെങ്കിൽ വസ്അലുൽ ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസ് തന്നെ നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ അഅലാ മഖാമിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന സ്ഥാനമാണ്. അമ്പിയാക്കളും മുർസലീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും അടങ്ങുന്നവർക്കും അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ ഉന്നതമായ ഒരു സ്ഥാനമാണ് ഫിർദൗസ്. നിങ്ങൾ അത് തന്നെ റബ്ബിനോട് ചോദിച്ചു വാങ്ങുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. എന്നാൽ പ്രിയമുള്ളവർ, ആ സ്വർഗപ്രവേശനത്തിന്റെ കാരണമാണ് ഈ പരിശുദ്ധ റമളാൻ. നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയ ഈ കഴിഞ്ഞ 15-16 ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിയ ഭാഗ്യവാന്മാരാണ്. ഈ 15 ദിവസങ്ങളിൽ നരകമോചനവും പാപമോചനവും സ്വർഗപ്രവേശനത്തിന്റെയും ലിസ്റ്റിൽ നമ്മുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനാണ്. കാരണം ഇനിയൊരു റമളാൻ നമുക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇനി കഴിഞ്ഞ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താത്തവർക്കുള്ള അവസരമാണ് വരുന്ന ദിവസങ്ങൾ. അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സുബ്ഹാനുഗ്രഹത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആനന്ദിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലും ആരോഗ്യത്തിലും അല്ലാഹു നല്ല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഹദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.